ഹലോ ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ വൈകിട്ട് മേടിച്ചുകൊണ്ട് വന്ന മീനാണ്. ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് നമുക്ക് ഇത് ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്തു മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ വെച്ചു വല്ല അയലയോ മത്തിയോ അല്ലെങ്കിൽ ചൂരയോ കേരയോ വേറെ എന്തെങ്കിലും വെട്ടം നല്ല നമുക്ക് ക്ലീൻ ചെയ്യാൻ പാകത്തിനുള്ള മീനായിരിക്കുന്നു. കട്ട് ചെയ്യാനൊക്കെ അതൊക്കെയാകുമ്പോൾ എളുപ്പം ഈസിയാണ്. ഇത് ഒത്തിരിയുണ്ട്. ഇത് എങ്ങനെ വെട്ടി തീർക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഗൈസ്. ഇത് മേടിച്ചുകൊണ്ടെന്ന ആളിനെയല്ലേ നമുക്ക് ഇടി കൊടുക്കേണ്ടത്. അപ്പം എനിക്ക് വെട്ടാൻ ഞാൻ കുറേ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ആളിനെ തന്നെ വിളിച്ചു. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് അത് എല്ലാം തീർന്നു കേട്ടോ. വെട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അത് ക്ലീനാക്കി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മതി എന്നാൽ ഓക്കെ പോയിക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആളിനെ പറഞ്ഞു വിട്ടു കേട്ടോ. എന്തായാലും നമുക്ക് ഇത്രയും ചെയ്തു തന്നതുകൊണ്ട് വലിയ ഉപകാരം. അല്ലെങ്കിൽ ഞാനിത് ഒറ്റ ഇരിപ്പിനിരുന്ന് വെട്ടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറെന്ന് പറയുന്നത് വൈകിട്ടത്തെ ഡിന്നർ ആയനായിരുന്നു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സമയം മൊത്തം പോയനായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് അതിൽ നിന്ന് കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് പീര പറ്റിക്കാൻ. അപ്പോൾ പീര പറ്റിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാന്താരി ഇല്ലേ, നമ്മുടെ കാന്താരി ഞെരടി തേങ്ങയൊക്കെ ഇട്ട് ബാക്കി പീര പറ്റിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വേണമെന്നവർക്ക് ഇട്ടാൽ മതി, കുറച്ചിട്ടാൽ മതി കേട്ടോ മല്ലിപ്പൊടി. കുറച്ച് ഉള്ളി, കൊച്ചുള്ളി ആണെങ്കിൽ അതാണ് നല്ലത്. ഞാൻ ഇച്ചിരി സവാള ഉള്ളി കൊത്തി അരിഞ്ഞാൽ ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മുടെ മെയിൻ സാധനം കാന്താരി കേട്ടോ. 10 or 15 അങ്ങാണ് എണ്ണ മാത്രമേ ഇടാവൂ. ഞാനങ്ങ് വാരി അങ്ങ് ഇട്ട് കഴിഞ്ഞ് പിന്നെ അത് അങ്ങോട്ട് കൂട്ടാൻ നേരമായിരുന്നു ഞാൻ ബാക്കി നിങ്ങൾക്ക് പറയണ്ടല്ലോ. അയ്യോ എരിഞ്ഞ് എൻ്റെ ഊപ്പാട് വന്നു. അങ്ങനെ പിന്നെ പീരയൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ പറ്റിക്കാനായിട്ട് കൊണ്ട് വെച്ചു. അപ്പോൾ 3 പുളിയും കൂടെ ഇട്ട് അടച്ചങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ വറുക്കാൻ നേരം ഏറെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറഞ്ഞു വന്നു. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാമല്ലോ അതെങ്ങനെ കുറഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുന്നതാണ്, അതിന് എണ്ണത്തിൽ കുറഞ്ഞു പോയി. ഓക്കെ, അങ്ങനെ നമ്മുടെ ആ പീരയൊക്കെ പറ്റിച്ചതിൻ്റെ ആ ഒരു തുറന്നപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. എന്തോ കാന്താരി മുളക് കിട്ടാൻ്റെ ആ ഒരു മണം, അങ്ങനെ പിന്നെ ഞാൻ തന്നെ ആദ്യം ഫസ്റ്റ് എല്ലാവർക്കും കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യും. കാരണം ഞാനല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാൻ ആദ്യമേ ടെസ്റ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് വേണം ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനല്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇതിനു വേണ്ടി കാണിച്ചു. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.